നമസ്കാരം. ഇറാനുമായുള്ള യുഎസിന്റെ ശത്രുത ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ അവസാനിച്ചുവെന്നും അതിനാൽ ഇറാൻ യുദ്ധം തുടരുന്നതിൽ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് ട്രംപ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. യുഎസിലെ വാർ പവേഴ്സ് ആക്ട് അനുസരിച്ച് ഒരു രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടി ആരംഭിക്കുന്നതിനെ കുറിച്ച് നിയമനിർമ്മാതാക്കൾക്ക് അറിയിപ്പ് ലഭിച്ച് 60 ദിവസത്തിനകം യുഎസ് കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കണം. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം വെടിനിർത്തലിലൂടെ അവസാനിച്ചുവെന്നും ഏപ്രിൽ 7-നു ശേഷം ഇറാനിൽ നേരിട്ടുള്ള സൈനിക നടപടികളൊന്നും നടക്കാത്തതിനാൽ കോൺഗ്രസിന്റെ അനുമതി തേടേണ്ട ആവശ്യമില്ല എന്നാണ് ട്രംപിന്റെ വാദം. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുവാനും സ്ഥിരമായ സമാധാന കരാറിലെത്തുവാനുമുള്ള ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന എത്തിയത്. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെ കുറിച്ച് യുഎസ് സെൻട്രൽ കമാൻഡർ തലവൻ ബ്രാഡ് കൂപ്പർ വ്യാഴാഴ്ച ട്രംപിന് വിശദീകരണം നൽകി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ രണ്ട് ഉപാധികളാണ് യുഎസിന് മുന്നിലുള്ളതെന്നും ഇതിൽ രണ്ടാമത്തേത് സ്വീകരിക്കാമാണ് താല്പര്യമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. അതേസമയം യുഎസുമായുള്ള യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇറാന്റെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ജാഫർ അസാദി വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ട് മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ താൻ തൃപ്തനല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. അവർ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ അതിൽ തൃപ്തനല്ല, എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്, അതിനാൽ അത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. ഏതായാലും ആണവശേഷിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാറ്റിവെച്ചാൽ സമാധാന കരാറിനും 2 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന ഹോർമോസ് തുറക്കുവാനും സമ്മതമാണ് എന്നാണ് മുമ്പ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് തയ്യാറല്ല. ചർച്ചകൾ നടക്കുന്നതിനിടയിൽ യുഎസ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർന്ന ആണവ കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യാൻ ഇറാൻ ശ്രമിക്കരുത് എന്നാണ് യുഎസ് വ്യക്തമാക്കിയത്. അതായത് ഒരു കരാറിനു വേണ്ടി ഇറാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നും തകർന്ന ഇറാൻ ഭരണകൂടത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തതാണ് കരാറിലെത്താനുള്ള ശ്രമങ്ങളെ വൈകിപ്പിക്കുന്നത് എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെ കുറിച്ച് യുഎസ് സെൻട്രൽ കമാൻഡർ തലവൻ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കിയതും ഇതുതന്നെയാണ്. എന്തായാലും യുഎസുമായുള്ള യുദ്ധം ആരംഭിക്കാൻ, അതായത് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതിന് പിന്നാലെ വീണ്ടും ഒരു പശ്ചിമേഷ്യൻ യുദ്ധം കനക്കാനാണ് സാധ്യത മുന്നിൽ തെളിയുന്നത്. എന്തായാലും യുദ്ധം വീണ്ടും പശ്ചിമേഷ്യ കത്തിക്കുമോ, അതാ നിലപാടിൽ, അതായത് സമാധാന കരാറിലെത്തുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണാം.